നമസ്കാരം. പാട്ട് സഞ്ചാരത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഥാപാത്രത്തിൻ്റെ തൊഴിൽ, അവരുടെ ജീവിത പരിസരം, ഇതെല്ലാം പാട്ടുകളിലൂടെ ആവിഷ്കരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അത് ആ സിനിമയുടെ പ്രോസസ്സിൻ്റെ ആദ്യ സമയം മുതൽ ഇരിക്കുന്ന ഒരാൾക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ മാത്രം കിട്ടുന്ന ഒരു സിദ്ധിയാണ്. അത് ആവോളം ഉണ്ടായിരുന്ന എഴുത്തുകാരനാണ് ബിച്ചു തിരുമല. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മലയാളത്തിന് ഒട്ടേറെ നല്ല ഗാനങ്ങൾ സമ്മാനിച്ച ബിച്ചു തിരുമലയെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ചില പാട്ട് രീതികളെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പ്രതിപാദിക്കുന്നത്. ഏവർക്കും വീണ്ടും സ്വാഗതം. ബിറ്റ്, ഈ ഓരോ രചയിതാക്കൾക്കും ഓരോ പ്രത്യേക രചനാ ശൈലിയൊക്കെ ഉണ്ടാകുമല്ലോ. എങ്ങനെയാണ് ഈ നമ്മുടെ ബിച്ചു തിരുമല സാറിൻ്റെ ഒരു രചന രീതി എങ്ങനെയാണ്? ബിച്ചു തിരുമല എന്ന് പറയുന്ന കവി വാസ്തവത്തിൽ മലയാള സിനിമയിൽ എഴുതിയ പാട്ടുകളെല്ലാം ആ സിനിമയിലെ കഥാപാത്രങ്ങളുടെ മാനസിക ഭാവങ്ങളോട് ചേർന്ന് നിൽക്കുന്നവയാണ്. അപ്പോൾ അത് വാസ്തവത്തിൽ സിനിമാ പാട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നാണ്. അത് പുതുതായിട്ട് പാട്ട് എഴുതാൻ വരുന്ന എല്ലാവർക്കും പാഠപുസ്തകമാകേണ്ട വരികളാണ് ബിച്ചു തിരുമല സിനിമകൾക്കായിട്ട് എഴുതിയത്. ഇപ്പം അതിന് ഉദാഹരണം പറഞ്ഞാൽ ഒരുപാട് പാട്ടുകളുണ്ട്. നമ്മൾ ഏറ്റവും അടിപൊളി പാട്ടുകൾ എന്ന് പറയുന്ന ശ്രേണിയിൽപ്പെട്ട പടകാളി തുടങ്ങിയ പാട്ടുകൾ. അപ്പോൾ അതിനകത്ത് നമ്മൾ സിനിമ എത്രത്തോളം ആസ്വദിക്കുന്നു അതുപോലെ തന്നെ പാട്ട് ആസ്വദിക്കാൻ പറ്റുന്നത് അതിനകത്ത് കഥാപാത്രങ്ങളാവുന്ന മോഹൻലാലിൻ്റെയും ജഗതിയുടെയും യഥാർത്ഥ കുസൃതിയും കുന്നായ്മയും എന്താണെന്ന് മനസ്സിലാക്കി പാട്ട് എഴുതിയതുകൊണ്ടാണ്. ആ പാട്ട് കേൾക്കുമ്പോൾ അറിയാം ഈ സിനിമയിൽ ആ കഥാപാത്രങ്ങളുടെ പൊസിഷൻ എന്താണെന്ന്. പ്രത്യേകിച്ച് ആ പാട്ടിൻ്റെ വരികൾ കേൾക്കുമ്പോൾ ഞാൻ തന്നെ ധരിച്ചിട്ടുണ്ട് ഇത്രത്തോളം പദങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. അത് മാത്രമല്ല, ആ പാട്ട് AR റഹ്മാൻ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ മലയാളത്തിലല്ല അദ്ദേഹത്തിൻ്റെ പുറത്ത് വരുന്ന ആദ്യത്തെ സിനിമാ പാട്ടുകളാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ റഹ്മാൻ സംഗീതം ചെയ്ത ശേഷം എഴുതിയ വരികളാണ്. ആ വരികൾക്കുള്ളിൽ ഇത്രയും ചടുലമായ ചെണ്ടയുടെ താളം ഒക്കെ പോലെ തോന്നിപ്പിക്കുന്ന വരികൾക്കുള്ളിൽ, ഈണത്തിനുള്ളിൽ ഈ വാക്കുകൾ സന്നിവേശിപ്പിക്കുക എന്ന് പറയുന്നത് മാത്രമല്ല, ആ കഥാപാത്രങ്ങളുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുസൃതിയും കുന്നായ്മയൊക്കെ ഉൾക്കൊള്ളുന്ന വരികൾ എഴുതാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അത് വളരെ സമർത്ഥമായിട്ട് എഴുതി അതിശയിപ്പിച്ചിട്ടുള്ള കവിയാണ് ബിച്ചു തിരുമല. പിന്നെ ഈ കഥാപാത്രത്തിൻ്റെ സ്വഭാവം, അവരുടെ ജീവിത ശൈലി, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള പാട്ടുകൾ എഴുതുന്നതിലെ പ്രത്യേകത. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പാട്ട് വരുന്ന വഴികൾ, ഇപ്പം ഞാൻ ബിച്ചു തിരുമല എന്ന് പറയുന്ന കവിയുടെ, സിനിമാ പാട്ടെഴുത്തുകാരൻ്റെ ഗാനരചനയുടെ 25 വർഷം പൂർത്തിയാകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ ഒരു മാധ്യമത്തിന് വേണ്ടി അദ്ദേഹത്തെ സമീപിച്ചു. അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞ ഒരു അനുഭവം വളരെ കൗതുകകരമായിട്ട് എനിക്ക് തോന്നി. അതായത് ഒരു സിനിമയ്ക്ക് വേണ്ടി പാട്ടെഴുതാൻ, അത് അംഗീകാരം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക്, വിൻസെൻ്റ് ഒക്കെ നായകനാണ്. അതെ, അംഗീകാരം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി പാട്ടെഴുതാൻ അദ്ദേഹം ചെന്നൈയിൽ, അന്ന് ചെന്നൈയാണല്ലോ എല്ലാത്തിൻ്റെയും നഗരം, അപ്പോൾ ചെന്നൈ എന്ന് പറയുന്ന സിനിമാ നഗരത്തിൽ പാട്ടെഴുതാൻ ഇരിക്കുമ്പോൾ എത്ര ആലോചിച്ചിട്ടും ഒരു പാട്ടിന് തുടക്കം കിട്ടുന്നില്ല. അതിൻ്റെ ഒരു വാക്ക്, തുടക്കത്തിലുള്ള വാക്കെന്ന് പറയുന്നത് ഏത് പാട്ടെഴുത്തുകാരൻ്റെയും വെല്ലുവിളിയാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഒരു രാത്രി മുഴുവൻ പരിശ്രമിച്ചിട്ടും വാക്കുകൾ കിട്ടാതെ അന്ന് പാട്ടെഴുതാൻ സാധിക്കാതെ വിഷമിച്ചിരുന്നു. അടുത്ത ദിവസം രാവിലെ അദ്ദേഹം ചെന്നൈ നഗരത്തിൻ്റെ തെരുവിലൂടെ സഞ്ചരിച്ചപ്പോൾ അദ്ദേഹം നേരത്തെ കേരളത്തിലുണ്ടായിരുന്നപ്പോൾ കണ്ട ഒരു നാടകത്തിൻ്റെ പോസ്റ്റർ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് യാദൃച്ഛികമായിട്ട് കടന്നു വന്നു. അത് കൊല്ലം ട്യൂണ ആണെന്നാണ് എൻ്റെ ഓർമ്മ. കൊല്ലം ട്യൂണ എന്ന് പറയുന്നത് അക്കാലത്തെ പ്രധാനപ്പെട്ട ഒരു നാടക സമിതിയാണ്. കൊല്ലം ട്യൂണയുടെ ആ വർഷത്തെ നാടകം നീലജലം എന്നായിരുന്നു അതിൻ്റെ പേര്. അപ്പോൾ ഈ നീലജലം എന്ന പേര് ഉൾക്കൊള്ളുന്ന പോസ്റ്റർ ഓർമ്മ വന്നപ്പോൾ അദ്ദേഹം ആ നിമിഷം തന്നെ തിരിച്ച് മുറിക്കുള്ളിലേക്ക് പോയി, ഹോട്ടൽ മുറിയിലേക്ക് പോയി. എന്നിട്ട് എഴുതി തുടങ്ങിയ അതിമനോഹരമായിട്ടുള്ള പാട്ടാണ് നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ എന്ന പാട്ട്. അപ്പോൾ ഈ നീലജലം എന്ന ഒരു സ്ട്രൈക്കിംഗ് വാക്ക് കിട്ടിയപ്പോൾ പിന്നെ അനർഗളമായിട്ട് ആ പാട്ട് മുഴുവൻ എഴുതി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന് ബിച്ചു തിരുമല സാർ പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ
വരികളുടെ ഇന്ദ്രജാലം കാണിച്ചു തന്ന പാട്ടാണ് ഈ നീലജലാശയത്തിൽ എന്ന പാട്ട്. ഇതുപോലെ ഒരുപാട് പാട്ടുകൾ അതിമനോഹരമായിട്ടുള്ള വരികളുമായിട്ട് ബിച്ചു തിരുമല നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ സൂചിപ്പിച്ചു, കഥാപാത്രങ്ങളുടെ മാനസിക ഭാവങ്ങൾ, കഥാപാത്രത്തിൻ്റെ തൊഴിൽ, അവരുടെ ജീവിത പരിസരം, ഇതെല്ലാം പാട്ടുകളിലൂടെ ആവിഷ്കരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അത് ആ സിനിമയുടെ പ്രോസസ്സിൻ്റെ ആദ്യ സമയം മുതൽ ഇരിക്കുന്ന ഒരാൾക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ മാത്രം കിട്ടുന്ന ഒരു സിദ്ധിയാണ്. അത് ആവോളം ഉണ്ടായിരുന്ന എഴുത്തുകാരനാണ് ബിച്ചു തിരുമല. അപ്പം അദ്ദേഹം പിൽക്കാലത്ത് ചമ്പക്കുളം തച്ചൻ എന്ന് പറയുന്ന സിനിമയിലെ തച്ചൻ്റെ മാനസികാവസ്ഥ ഉൾക്കൊണ്ടുകൊണ്ട് എഴുതിയ ഒരു പാട്ടുണ്ട്. അത് രവീന്ദ്രൻ മാഷാണ് ഈണം നൽകിയത്. അപ്പോൾ അതിനകത്ത് തച്ചനായ അച്ഛൻ, മുരളി പ്രതിനിധാനം ചെയ്യുന്ന കഥാപാത്രം മകളെ അഭിസംബോധന ചെയ്യുന്നുകൊണ്ട് പാടുന്ന ഒരു പാട്ടാണ്. അത് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ തൊഴിലും അദ്ദേഹത്തിന് പരിചിതമായിട്ടുള്ള ബിംബങ്ങളും ചേർത്ത് എഴുതിയുണ്ടാക്കാൻ ബിച്ചു തിരുമലയ്ക്കല്ലാതെ മറ്റാർക്കെങ്കിലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിൽ മകളെ മനസ്സിലാക്കുന്ന അച്ഛൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത്, മുഴക്കോല് പോലും കൂടാതെന്നേ നിന്നെ ഞാൻ അളന്നിട്ടു പെണ്ണേ എന്നോട് എന്താണ് ഈ ഭാവം. അപ്പോൾ അവരുടെ ഈ തച്ചന്മാരുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകാവുന്ന ഒരു പണിയായുധമാണല്ലോ മുഴക്കോലെന്ന് പറയുന്ന അളവും. അപ്പം മകളെ അച്ഛൻ എത്ര സമർത്ഥമായിട്ട്, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം, നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്നതിന് പകരം കവി പറയുന്നത് മുഴക്കോല് പോലും കൂടാതെന്നേ നിന്നെ ഞാൻ അളന്നിട്ടു പെണ്ണെ എന്നോട് എന്താണ് ഈ ഭാവം എന്നാണ്. അപ്പോൾ ഇതുപോലെ ഇതെന്ന് പറയുന്നത് ഒരു സിനിമയെ സംബന്ധിച്ച്, ഒരു സിനിമാ പാട്ടിനെ സംബന്ധിച്ച് ഒരു കവിത എഴുതുന്നത് പോലെ അല്ലല്ലോ. അത് അത്രയും മതി. ഒരു സിനിമയിൽ നമ്മൾ പത്മരാജൻ്റെയൊക്കെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് സിനിമ ആപാദചൂടം ചിലപ്പോൾ ഇഷ്ടമായില്ലെന്ന് വരും. പക്ഷേ അതിനകത്തുള്ള ഏതെങ്കിലും 5-6 സീനുകൾ നമ്മളെ ആഴത്തിൽ സ്പർശിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഒരു സിനിമാ പാട്ടിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് കഥാപാത്രത്തിൻ്റെ തൊഴിലും ജീവിത പരിസരവും ഒക്കെ ആവിഷ്കരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, സമർത്ഥമായിട്ട് പ്രയോഗിക്കാനും പിന്നെ അനുഭവിപ്പിക്കാനും കഴിഞ്ഞ കവിയാണ് ബിച്ചു തിരുമല. ഒളിക്കുന്നുവോ മിഴിക്കൊമ്പിളിൽ ഒരായിരം കളിത്തുമ്പികൾ ചിരിച്ചിപ്പിച്ചോരും ഇളം മുത്തിലൊന്നേ കൊരുത്തുള്ളു തുമ്പിൽ മാപ്പു നീ തരൂ തരൂ തരൂ. ഒളിക്കുന്നുവോ മിഴിക്കുമ്പിളിൽ ഒരായിരം കളിത്തുമ്പികൾ. ഏതായാലും കൂടുതൽ പാട്ടുവിശേഷങ്ങളുമായി നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഒത്തുചേരും. അതുവരേക്കും നമസ്കാരം.